അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമുക്ക് പരിപ്പും മുരിങ്ങയുടെ ഇലയും വെച്ചിട്ട് അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോയാലോ. ഞാനിന്ന് രാവിലെ മദ്രസ കഴിഞ്ഞ് വന്നപ്പോഴേ ഉച്ചയായി. പക്ഷേ റൂമിൽ വന്നപ്പോഴാണ് കറിക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പം നേരെ വണ്ടി എടുത്തിട്ട് വിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോണ വഴിയാണ്. ഞാൻ മാർക്കറ്റിൽ പോയി നമ്മളെ അൽനാസർ സൂപ്പർ മാർക്കറ്റ് റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള. അപ്പോൾ അവിടെ പോയിട്ട് പരിപ്പ് മേടിക്കാമെന്ന് വിചാരിച്ച് പരിപ്പൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് പോകണ വഴിക്കാണ് പള്ളിയുടെ അവിടെ മുരിങ്ങയുടെ ഇല നിൽക്കുന്നത്. ഒന്നും നോക്കിയില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങി അതിന് തളിര് ഇല നോക്കിയിട്ട് 2-3-4 ഇല പൊട്ടിച്ച്. അപ്പോൾ നമുക്ക് പരിപ്പിട്ട് വെക്കാമല്ലോ. അധികമൊന്നും പൊട്ടിച്ചില്ല, കുറച്ച് പൊട്ടിച്ചുള്ളൂ. വെച്ചാൽ നമ്മൾ ചെറിയ കറി ഉണ്ടാക്കുന്നത്. റൂമിൽ കൊണ്ടുവന്ന് അതൊക്കെ നേരെ നുള്ളി വൃത്തിയാക്കി റെഡിയാക്കി വെച്ച് ഒക്കെ റെഡിയാക്കി. നമ്മളെ വീഡിയോ കാണുന്നവരൊരു വ്യത്യാസത്തേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ പിന്തുണ ഉണ്ടെങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അത് നമ്മൾ അൽനാസറിൽ നിന്ന് മേടിച്ച പരിപ്പ്. അപ്പം അത് നമുക്ക് ഈ കഴുകിയൊന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ. 2-3 പ്രാവശ്യം കഴുകിയെടുക്കാന്ന് വെച്ച് 2-3 പ്രാവശ്യം ഒന്ന് കഴുകണം. എൻ്റെ അഴുക്കൊക്കെ ശരിക്കും ഒന്ന് കളഞ്ഞെടുക്കുക. അപ്പം നല്ല വെള്ളത്തിൽ തന്നെ 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് ഞാൻ അതിന് ശേഷം സാധനം വേവിക്കാൻ വെച്ച് അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ച്. അത് നല്ല വെള്ളം വെക്കണം. എന്ന് വെച്ചാൽ ഈ ഉപ്പുരസമുള്ള വെള്ളം വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് പെട്ടെന്ന് കലച്ച് പോകും. എന്നിട്ട് നമ്മൾ പ്യൂർ വെള്ളം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വറ്റൽമുളക്, മഞ്ഞൾപ്പൊടി, പെരിയ ജീരകം, സവാള, പച്ചമുളക്, ചെറിയ പോറ്റ് വെളുത്തുള്ളി, പിന്നെ കുറച്ച് തേങ്ങാപ്പൊടി, കടുക്. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യം. അധികം മസാലകളൊന്നും വേണ്ട. ഇതിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുന്നത്. അപ്പോൾ തേങ്ങയും പെരിയ ജീരകവും മഞ്ഞൾപ്പൊടിയും അത് നമുക്കൊന്ന് അരച്ചിടുക. അതേപോലെ പേസ്റ്റാക്കിയിട്ട് നന്നായിട്ട് അരച്ചിടുക. അതിനുശേഷം നമുക്കേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സവാളയും ഉള്ളിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. സവാള വെട്ടി, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും വറ്റൽമുളകും അത് ചതച്ചത്, പിന്നെ പരിപ്പ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേ കല്ലുപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പില്ലാത്തൊരു പൊടി ഉപ്പ് ചേർത്താലും മതി. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്നുകൊണ്ടും അടച്ചു വെച്ചിട്ട് ഒന്നുകൊണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. ആണോ, സാധനം അടിപൊളിയായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ശേഷം നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളെ വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലകളും ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇനി നമ്മളെ അരപ്പ് അത് ആഡ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് അതൊന്ന്
മിക്സ് ചെയ്യുക. ശരിക്കും അരപ്പൊക്കെ പരിപ്പോടും കൂടി ശരിക്കും മിക്സ് ചെയ്യുക. വെട്ടിയാണ് തിളക്കട്ടെ. അതിൽ ലേശം വെള്ളമൊക്കെ ഉള്ളതൊന്ന് വലിയണം. ശരിക്ക് ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങയുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഔഷധ ഗുണമുള്ള ഇലയാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ആ ഇലക്കൊന്ന് തളർന്ന് കിട്ടും. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കുറുകി വരണം. ലേശം വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി കിട്ടണം. അതിലേക്ക് നമുക്ക് ഗരം മസാലയുടെ പൊടി തട്ടിയിട്ട് വരുന്നില്ല, കുറേ തട്ടി വയ്ക്കി. അങ്ങനെ കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്യുക. അപ്പം ശരിക്കൊന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി നമുക്കൊരു പാൻ വെച്ചിട്ട് മറ്റു പരിപാടികൾ നോക്കണം. അപ്പോൾ ഇത് മാറ്റാം. പാൻ അടുപ്പത്ത് വെച്ച് ലേശം ഓയിൽ വെച്ച് കൊടുക്കുക. സൺഫ്ലവർ. അതിലേക്ക് കടുക് ആഡ് ചെയ്യുക. അധികം വേണ്ട, കുറച്ച് മതി. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ പെരിഞ്ജീരകം, ലേശം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. മതി. ഇനി നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നുവെച്ചാൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.